ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. വിദേശ പഠനം ഇനി സുരക്ഷിത്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. എന്തിനാ എന്നെ കാണണമെന്ന് പറഞ്ഞത്? സാഗറാണോ എനിക്കൊരു ഫോട്ടോ അയച്ചത്? മേഘേട്ടനും ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ഫോട്ടോ. അയ്യോ, ഞാനൊന്നുമില്ല. വെറുതെ സാഗർ കള്ളം പറയരുത്. സാഗറും മേഘേട്ടനും കൂടെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാണല്ലോ. വൃത്തികേട് കാണിക്കരുതെന്നൊക്കെ മേഘേട്ടൻ പറയുന്നത് ഞാൻ വ്യക്തമായിട്ട് കേട്ടതാ. അതുകൊണ്ട് ഒന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. അവൻ എന്നെ തല്ലിയത് മറക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉള്ളതങ്ങ് തുറന്നു വിടാം. അതിനിത്ര ആലോചിക്കാനൊന്നുമില്ല. എന്തെങ്കിലും അറിയാമെങ്കിൽ അതങ്ങ് പറഞ്ഞോ. എന്റെ മാഡം, എന്നെ മാഡം വിളിക്കണ്ട, മഞ്ജു എന്ന് വിളിച്ചാ മതി. മാഡം എന്ന് വിളിക്കാൻ ഞാൻ ഒരു സ്ഥാപനത്തിലെ MD അല്ല, GM അല്ല. അത് പിന്നെ അന്ന് കണ്ണൻ സാറിനെയും മഹാലക്ഷ്മിയും തമ്മിൽ വേർപെടുത്താൻ വേണ്ടിയിട്ട് എന്നെയാണ് മേഘൻ സാർ നിയോഗിച്ചത്. അതിനു വേണ്ടിയിട്ടാ ഞാൻ കമലേഷൻ ഫിനാൻസേഴ്സിൽ ജോയിൻ ചെയ്തത്. അതൊക്കെ എനിക്കറിയാം. പക്ഷേ നിന്നെ ഏൽപ്പിച്ച ജോലി നീ കൃത്യമായിട്ട് ചെയ്തില്ലല്ലോ. ഞാൻ കൃത്യമായിട്ട് ചെയ്യാത്തതല്ല. മഹാലക്ഷ്മി നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു പെൺകുട്ടിയല്ല. അവളെ അങ്ങനെ ഒരു ആണിനും പെട്ടെന്ന് കീഴടക്കാൻ പറ്റില്ല. അത് എന്നേക്കാൾ നന്നായിട്ട് അറിയാവുന്നത് മേഘൻ സാറിനാണ്. മേഘൻ സാറിന് അവരുടെ കയ്യിൽ നിന്ന് കാരണത്ത് അടിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. നീ ഇപ്പൊ എനിക്ക് അയച്ച ഫോട്ടോയിലുള്ള പെൺകുട്ടി ജീവനോടെ ഉണ്ടോ? അതോ തല വെട്ടി മാറ്റിയിട്ട് നീ ഏതെങ്കിലും പെൺകുട്ടിയുടെ ഫോട്ടോ മേഘേട്ടുമായിട്ട് ചേർത്ത് മനഃപൂർവ്വം അയച്ചതാണോ? എല്ലാം അറിഞ്ഞ സ്ഥിതിക്ക് ആ സത്യം അങ്ങ് പറഞ്ഞേക്കാം. മാനസ എന്നാണ് ആ പെൺകുട്ടിയുടെ പേര്. മേഘൻ സാറുമായിട്ട് വർഷങ്ങളായി അവൾക്ക് അടുപ്പമുണ്ട്. പറയുന്നതൊക്കെ സത്യമായിരിക്കണം. കണ്ണേട്ടിനെയും മഹാലക്ഷ്മിയെ രണ്ടാക്കാൻ വേണ്ടി നീ കളിച്ച കളി ഇവിടെയും കളിക്കരുത്. ഒരിക്കലും അല്ല മഞ്ജു. മേഘൻ സാറും മാനസയും തമ്മിലുള്ള ബന്ധത്തില് അവർക്കൊരു കുഞ്ഞുണ്ട്. എന്താ പറഞ്ഞ? ആ ബന്ധത്തിലൊരു കുഞ്ഞുണ്ടെന്നോ? എന്നോട് സത്യങ്ങൾ പറയാൻ പറഞ്ഞോണ്ടാ ഞാനെല്ലാം പറയുന്നത്. ഞാനാണിതൊക്കെ മഞ്ജുവിനോട് പറഞ്ഞെന്നറിഞ്ഞ എന്നെ മിക്കവാറും മേഘൻ സാർ കൊല്ലും. അല്ലെങ്കിൽ കൊല്ലാൻ ആളെ വയ്ക്കും. എന്നാലും കുഴപ്പമില്ല. മാനസയെ മേഘൻ സാറ് സ്നേഹിച്ചിടുന്ന സമയത്ത് അവർക്ക് ഒരബദ്ധം പറ്റിയിരുന്നു. അതിൽ അവർക്കൊരു കുഞ്ഞുണ്ട്, ഒരാൺകുട്ടി. ഇനിയും മാനസയുടെ ഒപ്പമുള്ള കുട്ടി മാനസയുടെയും മേഘൻ സാറിൻ്റെയും കുഞ്ഞാണോ എന്ന് അറിയണമെങ്കിൽ ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് മാർഗങ്ങളില്ലേ മഞ്ജു? ഒരു മുടി 4 രൂപ കിട്ടിയാൽ അത് സത്യം പറയും. വെറുതെ എന്നെ തെറ്റിദ്ധരിക്കണ്ട. മാനസ എന്ന പെൺകുട്ടി ജീവനോടെ ഉണ്ടോയെന്ന് ചോദിച്ചല്ലോ. അങ്ങനെ ഒരു പെൺകുട്ടി ഉണ്ട്. വേണമെങ്കിൽ അവളുടെ വീടും കൃത്യമായിട്ട് പറഞ്ഞുതരാം. അവിടെ ചെല്ലുമ്പോൾ അറിയാൻ പറ്റുമല്ലോ അങ്ങനൊരു പെൺകുട്ടി ഉണ്ടോ ഇല്ലയോ എന്ന്. പക്ഷേ അങ്ങനെ അവിടെ ചെന്നു കഴിഞ്ഞാൽ മേഘൻ സാർ അറിയും. ഒരു കാരണവശാലും സത്യം കണ്ടുപിടിക്കാൻ പറ്റില്ല. സാഗർ പറയുന്നതൊക്കെ സത്യമാണെങ്കിൽ
നീ ഇപ്പൊ പറഞ്ഞതൊക്കെ ശരിയായി വരണം. ഞാൻ എപ്പോ നിന്നെ വിളിച്ചാലും നീ മൊബൈൽ എടുക്കണം. അല്ല മഞ്ജു, ഞാൻ എടുത്തോളാം. പിന്നെ എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ മാന്യമായി ജീവിച്ചിരുന്നൊരു ചെറുപ്പക്കാരനാണ്. എനിക്ക് ഞാൻ സങ്കല്പിക്കുന്നതിനും അപ്പുറം ഒരു തുക തരാമെന്നും പറഞ്ഞാണ് അന്ന് ആ നാടകം കളിക്കാനായിട്ട് എന്നെ വിളിപ്പിച്ചത്.